ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി സ്ഥിതി ചെയ്യുന്ന കോർട്ട് കോംപ്ലക്സിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിപിൻ സി വിജയൻ ചേരുന്നു. വിപിൻ, എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്? 3:30-ക്കാണല്ലോ വിധി പറയാൻ പോകുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് കോടതി പരിസരം? ദിലീപ് കുമാർ, ഇനി 45 മിനിറ്റ് മാത്രം. മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ഇവിടെ ഈ കോടതി പരിസരത്തെത്തിക്കഴിഞ്ഞു. പോലീസിന്റെ നിയന്ത്രണം രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പോലീസിന്റെ ആ ഒരു കർശനമായിട്ടുള്ള വലയത്തിൽ തന്നെയാണ് ഈ പരിസരം ആകെയുള്ളത്. 6 പ്രതികളെ 10:50 കൂടി തന്നെ എത്തിക്കുന്നു. പിന്നീട് നടന്നിട്ടുള്ള വാദങ്ങൾ, ഈ വാദത്തിന് ശേഷം ഇനിയിപ്പോൾ ശിക്ഷാവിധി 3:30 എന്ന് വിധിച്ചിരിക്കുന്നു. ഇനി അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത്. രാജ്യം തന്നെ നടുങ്ങിയ, മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് 2017 ഫെബ്രുവരി 17 മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ വീട്ടിൽ നിന്ന് എടുത്ത് ലാ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കാം എന്നുള്ള പേരിൽ കൊണ്ടുപോകുന്നു. അതിൽ ആദ്യം വണ്ടി ഓടിച്ചിരുന്നത് ഈ കേസിലെ 2ാം പ്രതിയായിട്ടുള്ള മാർട്ടിൻ ആന്റണി ആയിരുന്നു. മാർട്ടിൻ ആന്റണി അങ്ങനെ ഈ നടിയെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു. അതിനിടയിൽ ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം, അത് പുറകിൽ വന്ന്, ഇവരുടെ വാഹനത്തിന്റെ പുറകിൽ ഒരു വാൻ വന്ന് ഇടിക്കുകയായിരുന്നു. അതിനുശേഷം ആ വാനിൽ ഉണ്ടായിരുന്ന ഒരു 3 പേർ ആദ്യം ഈ നടി സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ കയറിയതിനു ശേഷം ഈ വാഹനം ഇടിച്ചതിന്റെ പ്രശ്നമാണ് ഈ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതായിരുന്നു ആദ്യം നടി കയറിയത്. ഞങ്ങൾക്ക് ഈ ഡ്രൈവറെ മാത്രം മതി, നിങ്ങളെ ലാൽ സ്റ്റുഡിയോയിൽ തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാം എന്നുള്ളത് പറയുന്നു. പക്ഷേ ആ യാത്രയിൽ തന്നെ പിന്നീട് മുഖം മൂടി, അതായത് പകുതി മുഖം മറച്ചുകൊണ്ട് തന്നെ പൾസർ സുനി കയറുന്നു. ആദ്യം ഈ ഡ്രൈവറുടെ തൊട്ടപ്പുറത്തെ സീറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ ഈ നടിക്ക് ആളെ മനസ്സിലാകുന്നു. ഗോവയിൽ വെച്ചുള്ള പരിചയം പറയുന്നു. ഈ ഗോവയിൽ വെച്ചിട്ടുള്ള പരിചയത്തിൽ ആളെ മനസ്സിലായല്ലോ, അപ്പോൾ ഇതെനിക്കൊരു കൊട്ടേഷനാണ് എന്നും ഈ കൊട്ടേഷൻ ആരാണ് തന്നതെന്ന് ഊഹിക്കാമല്ലോ എന്നുള്ളതും പറഞ്ഞു എന്നുള്ളതാണ് ഈ നടിയുടെ മൊഴിയിലുള്ളത്. പിന്നീട് വാഹനം നിർത്തുകയും ഈ ഡ്രൈവർ സീറ്റിലേക്ക് പൾസർ സുനി മാറിയിരിക്കുകയും അതിനുശേഷം പിന്നീട് പുറകിലേക്ക് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു ബലാത്സംഗം നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത്. അതായത് 7.5 വർഷം നീണ്ടുനിന്ന വിചാരണ, അത് സുപ്രീം കോടതിയും രാഷ്ട്രപതിയുടെയും അടുത്തുവരെ എത്തിയ കേസിന്റെ പല രീതിയിലുള്ള വ്യവഹാരങ്ങൾ. ഇതിലെ ഇപ്പോൾ 10 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ആ 10 പ്രതികളിൽ 4 പേർ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 6 പേരുടെ ശിക്ഷയാണ് ഇപ്പോൾ വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളം അത്രത്തോളം ഇത് ഉറ്റുനോക്കുന്ന ഒരു കേസായി മാറുന്നത്. കാരണം ബലാത്സംഗത്തിന് ഒരു കൊട്ടേഷൻ നടന്നിരിക്കുന്നു. കൊച്ചിയുടെ നഗര മധ്യത്തിൽ ഒരു പുലർച്ചെ ഏകദേശം 9 മണി മുതൽ 2 മണിക്കൂർ ഒരു പെൺകുട്ടിയെ വാഹനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള അതിപ്രധാനമായിട്ടുള്ള, വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കുറ്റത്തിന്റെ ശിക്ഷയാണ് 3:30 വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അത്രത്തോളം പ്രാധാന്യം ആ കേസിനുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അതിൽ നടൻ ദിലീപ് കുറ്റവിമുക്തൻ ഇരിക്കുന്നു. ഇനി അത് അപ്പീലും ഇതിന്റെ തുടർ ചർച്ചകളും സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം ഹൈക്കോടതിയിൽ അടുത്ത ദിവസം തന്നെ ഈ കേസ് വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. ഇപ്പോൾ ഈ 6 പ്രതികളിൽ പൾസർ സുനി മാത്രമാണ് ഈ ബലാത്സംഗം ചെയ്തത്, മറ്റുള്ളവർ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 6 പേരും ഒരേ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പ്രോസിക്യൂഷൻ വാദിക്കുന്നു. ഇവരുടെയൊക്കെ പങ്കാളിത്തം ഒരുപോലെ തന്നെ കണക്കാക്കി അവർക്ക് ജീവപര്യന്തം നൽകണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ 3ാം പ്രതിയായിട്ടുള്ള ബി മണികണ്ഠന്റെ അഡ്വക്കേറ്റ്, അഭിഭാഷകൻ ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാദത്തിനിടയിൽ പറഞ്ഞൊരു കാര്യമുള്ളത്, 1ാം പ്രതി, അതായത് പൾസർ സുനിയും ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്ന നടൻ ദിലീപ് 8ാം പ്രതിയുമായിരുന്നു. ഇവർ തമ്മിൽ ഗൂഢാലോചന ഇല്ല എന്നുള്ളത് കോടതി കണ്ടെത്തിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ബലാത്സംഗം ചെയ്തു എന്നുള്ള വകുപ്പ് അത് നിലനിൽക്കില്ല എന്നുള്ളത് ഇന്ന് മണികണ്ഠന്റെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നു. ഇതുവരെ ഒരു പെറ്റി കേസ് പോലുമില്ല, അതുകൊണ്ട് പരിഗണിച്ച് ശിക്ഷ ഏറ്റവും കുറയ്ക്കണം എന്നുള്ള ആവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ഗൂഢാലോചന തെളിയിക്കാനാക്കിയില്ലെങ്കിൽ ബാക്കി പ്രതികൾക്ക് ഇപ്പോൾ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് എങ്ങനെ തെളിയിക്കും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇനിയിപ്പോൾ വെറും 45 മിനിറ്റിനുള്ളിൽ കോടതി ആ പ്രധാനപ്പെട്ട കേസിന്റെ വിധി പറയുകയാണ്. ദിലീപ് കുമാർ, പ്രേക്ഷകർക്ക് 24ന്റെ സ്ക്രീനിൽ കാണാം. കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. വിധിയുടെ 44 മിനിറ്റും 22 സെക്കൻഡും, ഇതാ 20 സെക്കൻഡ് എന്ന നിലയിലേക്ക് അത് 19, 18 അങ്ങനെ കൗണ്ട് ഡൗൺ ആരംഭിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി ഈ കേസിൽ വിധി പറയും. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രതികളാകട്ടെ കോടതിക്ക് മുന്നിൽ യാചിച്ചും കരഞ്ഞുമൊക്കെ തങ്ങളുടെ ശിക്ഷ വളരെ കുറവ് ചെയ്യണം, ശിക്ഷാ ഇളവ് വേണം എന്നാണ് പ്രതികൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ അല്പസമയത്തിനകം കോടതി വിധി പറയാൻ പോവുകയാണ്. ശിക്ഷാവിധി ഉടൻ പറയും. ഇനി 43 മിനിറ്റും 48 സെക്കൻഡും. തനിക്കുനേരെ അതിരൂക്ഷ സൈബർ ആക്രമണമെന്ന് നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷക TB മിനി പച്ചക്കള്ളം പ്രചരിപ്പിച്ചാണ് ക്രിമിനൽ സംഘം തന്നെ ആക്രമിക്കുന്നത്.
വിശ്വസിക്കാവുന്ന തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട്. തെളിവ് കൈമാറിയില്ല എന്നത് കള്ളം. മെമ്മറി കാർഡ് വിഷയത്തിൽ കോടതി എന്തു പറയുമെന്ന് കാത്തിരിക്കുന്നതായും TB മിനി പറഞ്ഞു. പച്ചക്കള്ളമാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞല്ലോ. ഞാൻ പറയും. ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, ഇന്ന് 12-ാം തീയതിയോട് കൂടി എൻ്റെ അതിജീവിതയുടെ വക്കാലത്ത് അവസാനിക്കുന്നത്. നാളെ മുതൽ ഞാൻ ഫ്രീ ആണ്. നാളെ മുതൽ ഞാൻ അഡ്വക്കേറ്റ് TB മിനിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇന്ന് വരെ നിയമപരമായിട്ടുള്ള റെസ്ട്രിക്ഷൻ എനിക്കുണ്ട് പറയുന്നത്. എനിക്ക് തെളിവുകളുണ്ട്. ഈ തെളിവുകൾ കോടതി അപ്രീഷിയേറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് 100%. അതിജീവിതയുടെ വക്കീലിന് ട്രയൽ കോടതിയിൽ ഒന്നും പറയാൻ പറ്റില്ല. നിയമം അനുവദിക്കണില്ല. അതിജീവിതയ്ക്ക് അപ്പീൽ കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോഴാണ് വന്നത്. ആ അപ്പീൽ അവർക്ക് കൊടുക്കാം. അല്ലാതെ ട്രയൽ കോടതിയിൽ എനിക്ക് മിണ്ടാൻ പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.